അനന്തപുരി ഒന്നാകെ സ്ത്രീജനങ്ങളുടെ ഒരു സാഗരമായി മാറിക്കഴിഞ്ഞു. ഇന്നലെ ഉച്ച കഴിഞ്ഞതോടുകൂടി ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സൂചി കുത്താൻ സ്ഥലമില്ല നഗരത്തിൽ. ആ രീതിയിലായി. നമ്മുടെ സ്ത്രീജനങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട് പൊങ്കാലയിടാൻ. ആറ്റുകാൽ ഭഗവതിക്ക് നേർച്ചയർപ്പിക്കാനായിട്ട് വരുന്ന ഭക്തജനങ്ങളാണ്. അവര് രാവിലെ 10:15 ഇന്ന് അടുപ്പിലേക്ക് തീ പകർന്നത്. അവിടെ അത് ക്ഷേത്രത്തിൽ നിന്നും അത് കഴിഞ്ഞ് ഇന്ന് ഏതാണ്ട് 1:15 മണിയോടുകൂടി ഈ ചടങ്ങ് അവസാനിക്കുകയാണ്. ഈ നേർച്ച പൂർത്തിയാകുകയാണ്. അപ്പോൾ ഞാനിതിനെ കാണുന്നത് എന്താണെന്നറിയും, ഇതായിട്ട് നോക്കി മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വേണ്ട ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇത് എല്ലാ മത വിഭാഗക്കാരും യാതൊരു ജാതി മത വ്യത്യാസവും കൂടാതെ ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ 2 വിഭാഗങ്ങളാണല്ലോ നമുക്ക് പറയാം. ഒന്ന് മുസ്ലിങ്ങളും അടുത്തത് ക്രിസ്ത്യാനികളും. ഇതൊക്കെ ഹിന്ദു സഹോദരിമാരാണ് ഈ നേർച്ച നടത്തുന്നത് അവിടെ. അപ്പോൾ ഈ പൊങ്കാലയിടുന്നത് അവിടെ ഈ മണക്കാട് വലിയ പള്ളി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ യഥാർത്ഥത്തിലെ വളരെ അതിപ്രശസ്തമായ ഒരു മുസ്ലിം ദേവാലയമാണ്, മുസ്ലിം പള്ളിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആ പള്ളിക്ക് അകത്ത് തന്നെ യഥാർത്ഥത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇതിനു വേണ്ടി ഉള്ള പോലീസ് എയ്ഡ് പോസ്റ്റിനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള എല്ലാ ഇടപാടുകളും അവർ ചെയ്തു. കുടിവെള്ളം. അത് കൂടാതെ ഇവർക്ക് ഈ ശുചിമുറി ഉപയോഗിക്കേണ്ടതായിട്ട് വരുമല്ലോ, അതിനുള്ള സൗകര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും. ഇതല്ലേ മതസൗഹാർദ്ദം എന്ന് പറയേണ്ടത്. ഇതേപോലെ തന്നെയാണ് പാളയത്തെ ക്രിസ്ത്യൻ പള്ളി. വലിയ പള്ളിയാണല്ലോ ആ പാളയത്ത് ആ ജംഗ്ഷനിൽ കാണുന്ന വലിയ പള്ളി. ആ ക്രിസ്ത്യൻ പള്ളി അവർ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പള്ളി തന്നെ തുറന്നു കൊടുക്കുകയാണ്. അതിനകത്ത് ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം സ്ത്രീജനങ്ങൾക്ക്. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കുടിവെള്ളം കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട ശുചിമുറി ആ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് സഹായിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. ഇതല്ലാതെ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് കാണുന്നതല്ല വേണ്ടത്. ഇതേപോലെ ആറ്റുകാൽ അമ്മയ്ക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് ആറ്റുകാൽ അമ്മ ചെയ്തു കൊടുക്കുന്നത്. ഈ പൊങ്കാലയിലൂടെ എല്ലാ ആളുകളും മതത്തിൻ്റെ വ്യത്യാസങ്ങളെല്ലാം വേലിക്കെട്ടുകളെല്ലാം തകർത്തിട്ട് ഒത്തൊരുമയോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി തിരുവനന്തപുരത്ത് അനന്തപുരിയിലും ഒന്നാകെ മുന്നോട്ട് നീങ്ങുന്നത് കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് എല്ലാ വിധത്തിലും അത് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഇത് വളരെ ദൂരെ നിന്നൊക്കെയുള്ള ആളുകളാണ് വരുന്നത്. കാസർഗോഡ് നിന്ന് വരെ ആളുകൾ വരും. അത് വർഷം തോറും വരുന്ന ആളുകൾ. ഇന്നലെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു. എത്ര 27-ാമതാണ് അവരിടുന്ന പൊങ്കാല. പലരും 3-4, അല്ലാതെ ഈ കന്യായിട്ട് വരുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഈ കന്യാംഗത്തിൽ വരുന്നത്. ബാക്കി മുഴുവൻ ഒരുപാട് പ്രാവശ്യം വന്നേക്കുന്ന ആളുകളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ജില്ലാറ്റിയായിട്ടിരിക്കുമ്പോൾ ഈ എല്ലാ വർഷവും എൻ്റെ ഗുമസ്തൻ ശ്രീ സദാശിവം പിള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരങ്ങ് വരും. അവിടെ വന്ന് ഞാൻ അതിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. അവിടെ നിന്നാണ് പോയി ഈ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് അവർ പോകുന്നത്. അവിടെ ആ രീതിയിലുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അതെൻ്റെ കൂടെ താമസിക്കുന്നവർ അന്ന് അവിടെ താമസിക്കുന്നത്. ഇത് എല്ലാ വർഷവും അവർ വരുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ഇതുപോലെ പരസ്പരം ഒരു സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം ഈ ജനസാഗരത്തെ, അതായത് സ്ത്രീജന സാഗരത്തെ നിയന്ത്രിക്കുന്നതിന് വലിയ പ്രശ്നമില്ല അവിടെ. കാരണം പിന്നെ അതിനിടെ മോഷാക്കളൊക്കെ കയറുന്നത് മാത്രമേ ഉള്ളൊരു പ്രശ്നമുള്ളത്. അത് ആൾ കൂടുന്നിടത്ത് എല്ലായിടത്തും അതുപോലെ വന്ന് കയറുമല്ലോ. അത് ശ്രദ്ധിക്കാനായിട്ട് പോലീസുകാരെ ഒരുപാട് പേരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു ചട്ടക്കൂട്ടിൽ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഏതായാലും ഇതുപോലെ എല്ലാ വർഷവും ഈ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ ഈ പൊങ്കാല ഇതുപോലെ മതസൗഹാർദ്ദത്തെ പ്രതീകമായിട്ട് എന്നേക്കും തുടരട്ടെ.